അവനെ ഞാൻ കൊന്നു. ഇനി ഒരാളെ കൂടി വകവരുത്താനുണ്ട്. പിന്നാലെ കാട് വെട്ടുന്ന യന്ത്രവുമായി മൊയ്തീൻകുട്ടി നടന്നു നീങ്ങി. മലപ്പുറം മഞ്ചേരിക്ക് സമീപം ചാരങ്കാവിനെ നടുക്കിയ കൊലപാതകത്തിൻ്റെ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. പ്രതി മൊയ്തീൻകുട്ടിയെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി. കൊല്ലപ്പെട്ട പ്രവീണും മൊയ്തീനും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. വ്യക്തിവിരോധത്തെ തുടർന്നുള്ള കൊലപാതകമെന്നാണ് സൂചന. പ്രതി ലഹരിക്കടിമയെന്ന് പോലീസ് പറയുന്നു. ഇയാൾ കൊലപ്പെടുത്താൻ ലക്ഷ്യമിട്ട രണ്ടാമൻ ആരാണെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. രാവിലെ 7 മണിയോടെയാണ് സംഭവം. കാട് വെട്ടുന്ന തൊഴിലാളികളാണ് പ്രവീണും മൊയ്തീനും കൊലപാതകത്തിന് ദൃക്സാക്ഷിയായ സുരേന്ദ്രനും. ജോലിക്ക് പോകാനായി എത്തിയ സുരേന്ദ്രൻ പ്രവീണിനെ കാത്തു നിൽക്കുകയായിരുന്നു. തൊട്ടടുത്ത് പ്രതിയായ മൊയ്തീൻകുട്ടിയുമുണ്ടായിരുന്നു. റോഡരികിലെ പുല്ല് വെട്ടുന്നതിനായാണ് കാടുവെട്ടി യന്ത്രം സുരേന്ദ്രന്റെ പക്കൽ നിന്നും ചോദിച്ചു വാങ്ങിച്ചത്. തൊട്ടടുത്ത നിമിഷം മൊയ്തീൻ പ്രവീണിന്റെ പിറകിലൂടെ വന്ന് കാടുവെട്ടി യന്ത്രം ഉപയോഗിച്ച് കഴുത്തൊറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഒരു 6:40, 6:45 ഒക്കെ സമയമായിട്ടുണ്ടാവും. അതിൽ ആ സമയത്ത് പ്രവീൺ കൂടെ വന്ന് വണ്ടിയിൽ വന്ന് ഇറങ്ങി. ഞാൻ നിന്നപ്പോൾ തന്നെ ഈ മെയ്തി എന്ന് പറയുന്ന ചങ്ങായി ഇവിടെ ഈ ഷെഡിലിരിക്കുകയാണ്. അപ്പോൾ നേരെ വന്നിട്ട് എൻ്റെ വണ്ടിയിൽ നിന്ന് മെഷീൻ എടുത്തിട്ട് ഓണാക്കിയിട്ട് ബാക്ക് കൂടെ ചെന്നിട്ടാണ് കവുത്തിന് വെട്ടിയത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പ്രവീൺ മരിച്ചു. സംഭവശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് എത്തി പിടികൂടുകയായിരുന്നു. എന്താണ് കൊലയ്ക്ക് പിന്നിലെ കാരണമെന്ന് വ്യക്തമല്ല. എന്നാൽ പ്രതിക്ക് പ്രവീണുമായി മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കസ്റ്റഡിയിലുള്ള ചാരങ്കാവ് സ്വദേശിയായ പ്രതി മൊയ്തീൻകുട്ടിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 മലപ്പുറം.